എന്തേ കാണിക്കുന്നത്? ഇയാൾ എന്ത് ചെയ്തു? കണ്ടില്ലേ സാർ? സാഗർ, നിനക്കിതിന്റെ ആവശ്യമുണ്ടോ? കള്ളക്കടത്തിന്റെ നിന്നോടാ ചോദിച്ചത്. 3 നേരവും പച്ചവെള്ളം മാത്രം കുടിച്ചാ വിശപ്പ് മാറും. മുണ്ട് വലിച്ചു മുറുക്കി എത്ര ദിവസം കഴിയാ? നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ? സാധിക്കുമെങ്കിൽ ഒരു വാരം ചെയ്താൽ കൊള്ളാം. ആ സാധനങ്ങളുടെ ഉടമസ്ഥൻ ഞാനല്ല. അത് വിറ്റാൽ എനിക്ക് 10-15 രൂപ കമ്മീഷൻ കിട്ടും. അതിന്റെ വില തിരിച്ചു നൽകാൻ എന്റെ പൈസയുമില്ല. അതുകൊണ്ട് ശരി, നീ നാളെ ഓഫീസിലേക്ക് വാ. അപ്പോ ഇവന്റെ കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആളെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അതൊന്നും പേടിക്കണ്ട, ആള് തന്നെ കവച്ചു വയ്ക്കും. ശേരൻകുട്ടി, അവനെ കൊല്ലരുത്. സന്തോഷിനെ കൊല്ലരുത്. അവനെന്റെ സാഗർ, ശേരൻകുട്ടി പ്ലീസ്. വഞ്ചനയ്ക്കും ചതിക്കും ഇവിടെ ഒരു നിയമമേ ഉള്ളൂ. അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും ശരി. ₹1500 ഒരു മാസം ആ പട്ടിക്ക് സർക്കാർ നൽകുന്ന ശമ്പളം. മാസം 15,000 രൂപ കൊടുത്ത് ഞാൻ അവനെ പോറ്റി വളർത്തി. 2 പ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ അവനോട് ക്ഷമിച്ചു. എന്നിട്ട് വീണ്ടും അവൻ നമ്മളെ ചതിച്ചു. 50 ലക്ഷം രൂപയാണ് അവൻ കാരണം നമുക്ക് നഷ്ടമായത്. കഴിഞ്ഞ പ്രാവശ്യം നീ ഏറ്റതല്ലേ? എന്നിട്ട് എന്തായി? എന്താ നീ ഒന്നും മിണ്ടാത്തത്? നിന്റെ നാണിറങ്ങിപ്പോയോ? നിനക്ക് പെട്ടെന്ന് ASP യോട് ഒരു പ്രേമം തോന്നാൻ കാരണം എന്താ? എന്തിനാ അയാൾ വെറുതെ വിടാൻ പറഞ്ഞത്? അയാൾ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. നീ അയാളെ ഇനിയും മറന്നിട്ടില്ല അല്ലേ? ഇല്ല. ജാക്കി, ശേരൻകുട്ടി, എല്ലാം തീർന്നു. എല്ലാവരും അകത്താകും, ഞാൻ ഉൾപ്പെടെ. എന്താടോ കാര്യം പറ. നോക്ക്, അഴിഞ്ഞതാ. ദേ കണ്ടില്ലേ, വലിയ ചതിയായി പോയി. ഇതെങ്ങനെ അവരറിഞ്ഞു? അച്ഛൻ അറിഞ്ഞാ തീർന്നു. പിന്നെ ഇരിക്കപ്രതി ഉണ്ടാവില്ല. വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഈ ന്യൂസ് അവർക്ക് എങ്ങനെ കിട്ടി? ആരാ ഇവരുടെ ആള്? ആളെ എനിക്കറിയാം. ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു പെണ്ണ, അശ്വതി. നല്ല ഡീസന്റ് ആണ്. അയ്യോ, ഞാനല്ല അവർക്ക് ഈ ന്യൂസ് കൊടുത്തത്. അല്ല, സത്യമായിട്ടും അല്ല. ആ പ്രതിപക്ഷ നേതാവ് പിള്ള ഒരലന്ന സാധനമാണ്. രണ്ടാമതും കുത്തി പൊക്കുവോ? എന്തിന്? അങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും അയാൾ കാണിക്കില്ല. സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ? അയാളുടെ പാർട്ടിക്കാരല്ലാതെ ചെയ്തതെന്ന് അന്നേ അയാൾ മനസ്സിലാക്കി കാണും. തെളിയിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അനങ്ങായിരുന്നത്. ഏതായാലും ഇപ്പൊ അസംബ്ലി ഇല്ല. പിന്നെ ബോംബെയിൽ നിന്ന് വന്നൊരു മാഗസിനിലെ ന്യൂസ് വിലപ്പോവില്ല എന്ന് അയാൾക്കറിയാം. പത്രക്കാർക്ക് എന്താ അടിച്ചുവിടാൻ പറ്റാത്തത്? മറിക്കുപോ. എന്നാലും ആ പെണ്ണിന് ഈ ന്യൂസ് എങ്ങനെ കിട്ടി? അതൊന്നറിയണ്ടേ? സാഗർ, അവളോടൊന്ന് ചോദിച്ചാലോ? എന്ത് കാര്യം? ചോദിച്ചാൽ അവർ എഴുതിയത് നമ്മൾ സമ്മതിക്കുന്നു എന്നല്ലേ അർത്ഥം? വേണ്ട, അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാലും അവളെ ഒന്ന് പേടിപ്പിച്ചു നിർത്തുന്നതല്ലേ നല്ലത്? പേടിക്കും പേടിക്കും. വേഗം ചെല ശേരൻകുട്ടി, എടുത്തിയാട്ടാ നിന്റെ കുഴപ്പം. പോയെ. ഹലോ. ഹലോ.
മൈ ഗോഡ്. പവർ ഫെയിലിയറാ. അത് തുറക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഒന്നീ കറണ്ട് വരണം, അല്ലെങ്കിൽ ലിഫ്റ്റ് ഇറക്കണം. എക്സ്ക്യൂസ് മീ, ആ വീക്കിലി വന്നരാ. അശ്വതി വർമ്മ, ജേർണലിസ്റ്റ് ആണല്ലേ? അതെ. Underworld King Sagar Elias Jackie helps the chief minister to overcome the political crisis. ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണോ? ഞങ്ങൾ നുണ എഴുതാറില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും അല്ലേ? സംഭവിച്ചല്ലേ എഴുതിയിരിക്കുന്നത്. താങ്ക്സ്. നിങ്ങൾക്ക് എങ്ങനെയാ ഈ ന്യൂസൊക്കെ കിട്ടുന്നത്? പല സോഴ്സും ഉണ്ട്. സോഴ്സ് എന്ന് വെച്ചാൽ വലിയ ആൾക്കാരെയൊക്കെ കൈമണി അടിച്ച്, അല്ലെ പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തതല്ലേ? അതിൽ എഴുതിയിരിക്കുന്ന ജാക്കി അറിയോ? ഓ യെസ്, അറിയാം. അത് ശരി, അയാൾ പറഞ്ഞതായിരിക്കും. അല്ല, ചിലരുണ്ടല്ലോ വീരവാദം മുഴക്കുന്നവർ, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ. സാറിന് എന്താ ജോലി? ബിസിനസ്സാ. എന്ത് ബിസിനസ്? ഈ ബിസ്ക്കറ്റ് കച്ചവടം. ഹോൾസെയിൽ ആയിരിക്കും. ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. ഓ, താങ്ക് ഗോഡ്. എക്സ്ക്യൂസ് മീ, സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി.